താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ സോളാർ വേലികൾ സ്ഥാപിച്ചു. പന്നിശല്യത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സോളാർ വേലികൾ സ്ഥാപിച്ചത്. 50,000 രൂപയുടെ പ്ലാന്റുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ 25,000 രൂപ കർഷകന് സബ്സിഡി ലഭിക്കും. താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ പന്നിശല്യത്തിന് പരിഹാരമെന്ന നിലയിലാണ് സോളാർ വേലികൾ സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട്, ഏറ്റവും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് മനുഷ്യന് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അത് നാമമാത്ര കർഷകരായാലും ചെറുകിട കർഷകരായാലും വലിയ കർഷകരായാലും ആർക്കും കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. നല്ലവണ്ണം കൃഷി ചെയ്താൽ പ്രത്യേകിച്ച് ഏത്തവാഴ, ചേന, കാച്ചില്, ചീനി, തെങ്ങിൻ തൈ അടക്കം യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്രമാത്രം കാട്ടുപന്നികളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പ്രോജക്റ്റ് വെച്ച് നമ്മുടെ ദിലീപ് കോശി എന്ന ഷൂട്ടറിനെ നമ്മൾ ലൈസൻസ് ഉള്ള ദിലീപ് കോശി ഷൂട്ടറിനെ നമ്മൾ പഞ്ചായത്ത് സെലക്ട് ചെയ്തു. അദ്ദേഹം ഇവിടെയൊക്കെ വന്ന് 10-15ഓളം പന്നികളെ വെടിവെച്ച് കൊന്നു. പക്ഷെ നമ്മൾ ആ പന്നിയെ വെടിവെച്ച് കൊന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് വെടിവെക്കുമ്പോൾ 1-2 പന്നികളെ കിട്ടും. ബാക്കിയുള്ള പന്നികൾ 10-30 പന്നികളാണ് ഒരുമിച്ച് ചാടിപ്പോകുന്നത്. അങ്ങനെ 100 കണക്കിന് പന്നികളുടെ കൂടാരമായി മാറി ഈ പ്രദേശമില്ല. പ്രത്യേകിച്ച് എവിടെ കാടുണ്ടോ ആ കാടിനകത്തെല്ലാം പന്നികൾ കയറിയിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ഇത് ഈ പ്രദേശം മൊത്തം മുഴുവൻ കാർഷിക വിളകൾ നശിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ താമരക്കുളത്തുള്ള അവാർഡ് കിട്ടിയ തന്നെ കർഷകർ ധാരാളമുണ്ട്. വേഗപ്പാവിലും ചത്തിയരയും താമരക്കുളവും ഒക്കെ ആയിട്ട് അവരെല്ലാം കൃഷി പോലും നിർത്തുന്ന ഒരവസ്ഥയിലെത്തി. ഓരോ കർഷകനും 50,000 രൂപയുടെ പ്ലാന്റുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിൽ 25,000 രൂപ സബ്സിഡി കിട്ടും. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പൂജ വി നായർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ദീപ, സുരേഷ് കോട്ടുവിള, തൻസീർ കണ്ണനാങ്കുഴി, ദീപ ജ്യോതിഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുപന്നിയുടെ ആക്രമണം എല്ലാ ദിവസവും നമ്മൾ ആരെങ്കിലും ഒരാളുടെ ഒരു പരാതി കേൾക്കാതെ നമുക്ക് കഴിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം അവര് വെക്കുന്ന വാഴ, പച്ചക്കറി മുതലായ എല്ലാ തെങ്ങിൻ തൈ ഉൾപ്പെടെ എല്ലാ കാർഷിക വിളകളും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. യാതൊരു വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ കാട്ടുപന്നിയാൽ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. വളരെയധികം നമുക്ക് ഫീൽഡിലൊക്കെ പോകുമ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ അടുത്ത വർഷത്തെ പദ്ധതിയിലേക്കും പ്രത്യേക ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളതായും ഈ വർഷം ഇനിയും ആവശ്യമുള്ളവർ സമീപിച്ചാൽ പദ്ധതി അനുവദിച്ചു കൊടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.